ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഷാർജയിലെ അൽനൂർ ഐലൻഡിലാണ്. മാൻമേഡ് ഒരു ഐലൻഡാണ് അൽനൂർ ഐലൻഡ്. നമുക്ക് ഐലൻഡിലേക്ക് പോവാം. അതിനു മുമ്പ് ഒരു റിക്വസ്റ്റ്, വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ മനോഹരമായ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഷാർജ അബൂഷാര എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ്. ഇവിടെ മനോഹരമായൊരു പാം പാർക്കുണ്ട്. വീക്കെൻഡിലൊക്കെ ഫാമിലിയായിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് അൽനൂർ ഐലൻഡിലേക്ക് കയറാൻ വേണ്ടി ഇവിടെ പാസ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത്, ഞാനും എൻ്റെ ബ്രദേഴ്സുണ്ട്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി അൽനൂർ ഐലൻഡിലേക്കുള്ള പോവുകയാണ്. മനോഹരമായ ഒരു ബ്രിഡ്ജിൽ കൂടി വേണം നമുക്ക് അൽനൂർ ഐലൻഡിലേക്ക് കടക്കാനായിട്ട്. ഐലൻഡിന് ചുറ്റും മനോഹരമായ കെട്ടിടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഈ സമയത്ത് ഇവിടെ വരാൻ പറ്റിയ മാസമാണ് ഡിസംബർ, ജനുവരി. കാരണം ഇവിടെ UAE നല്ല ക്ലൈമറ്റാണ്. ഫാമിലിയായിട്ട് എന്തായാലും ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. എന്തായാലും നമുക്ക് ഇനിയും ഐലൻഡിലേക്ക് പോവാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ അൽനൂർ ഐലൻഡ് എന്നെഴുതിയിരിക്കുന്ന ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനടുത്ത് തന്നെ ഒരു അൽനൂർ ഐലൻഡിൻ്റെ ഒരു മാപ്പും ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ചെറിയൊരു ഐഡിയ കിട്ടും, ഇവിടെ എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. ഇതിനുള്ളിലൊരു ബട്ടർഫ്ലൈ ഗാർഡനും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം. ഇപ്പോൾ എൻ്റെ വീഡിയോസ് എടുക്കുന്നത് എൻ്റെ ബ്രദറാണ്. അവനാണ് എൻ്റെ വീഡിയോസൊക്കെ ഇതിനകത്ത് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. തടി കൊണ്ട് പേവ് ചെയ്തിരിക്കുന്ന ഒരു വഴിയാണ്. ഇവിടെ മൊത്തം തടി കൊണ്ട് ഉള്ള പേവിങ് ആണ്. പിന്നെ ഈ ബിൽഡിങ് നിൽക്കുന്ന സ്ഥലം മാത്രം കുറച്ച് ടൈൽസ് ഏരിയ ഉണ്ട്. നല്ല മനോഹരമായി ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണിത്. ഒരു സ്റ്റീൽ ചട്ടക്കൂടിനുള്ളിലാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ളിലാണ് നമ്മുടെ ബട്ടർഫ്ലൈ പാർക്ക്. ബട്ടർഫ്ലൈ പാർക്കിനകത്ത് കയറണമെങ്കിൽ അതിന് പ്രത്യേക പൈസ കൂടുതലാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 35 ദിറംസ് അല്ല, അതിൽ 50 ദിറംസോ മറ്റോ ആണ്. ഞങ്ങളത് എടുത്തില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ ചുറ്റിനൊന്ന് നടന്ന് കാണാം. വളരെ മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ സ്ട്രക്ചറാണിത്. നല്ല രസമാണ് കാണാൻ. എന്തായാലും നമുക്ക് ഇതിനുള്ളിലേക്ക് കയറാം. ഇതിനുള്ളിൽ ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
ഇതിനുള്ളിൽ ഒരു ചെറിയ സ്നാക്സും അതുപോലെ വെള്ളമൊക്കെ കിട്ടുന്നൊരു ചെറിയ സ്ഥലമുണ്ട്. അതുപോലെ അത് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാനായിട്ട് ഇവർ കുറച്ച് സ്ഥലമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ധാരാളം ആൾക്കാരിപ്പോൾ വരുന്നുണ്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ഷാർജയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ചെറിയ ഐലൻഡ് ഷോപ്പുണ്ട്. ഇതിൽ നമുക്ക് ഇവിടുത്തെ ബട്ടർഫ്ലൈകളുടെ പലതരം ബട്ടർഫ്ലൈകളുടെ പടങ്ങൾ, ചിത്രങ്ങൾ, ഫോട്ടോസ് കിട്ടും. അതുപോലെ മഗ്ഗുകൾ എല്ലാം നമുക്ക് ഇവിടുന്ന് മേടിക്കാം. ഒരു സുവനീർ പോലെ നമുക്ക് സുവനീർ ഷോപ്പാണിത് ആക്ച്വലി. ഇതിനുള്ളിലാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡൻ. പക്ഷേ ഞങ്ങൾ അതിനകത്തുള്ള ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല. ഇതിനുള്ളിൽ കയറുവാണെങ്കിൽ നമ്മുടെ ശരീരത്തൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ബട്ടർഫ്ലൈകൾ വന്നിരിക്കും. ബട്ടർഫ്ലൈകളൊക്കെ ഇവിടെ ഇങ്ങനെ പറന്ന് നടപ്പുണ്ട്. എന്തായാലും നല്ല ഒരു പ്ലേസ് തന്നെയാണിത്. വിസിറ്റ് ചെയ്യാം. ഫാമിലിയായിട്ടൊന്ന് വീക്കെൻഡിലൊക്കെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് പോവാം. പുറത്ത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് കാണാൻ പോകുന്നത്. ഏതാണ്ടൊരു കാട് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല ഒരു കാടിൻ്റെ ക്ലൈമറ്റാണ് ഇവിടെ. ഇപ്പോൾ ഈ തണുപ്പ് സമയമായതുകൊണ്ടാകാം നല്ല ക്ലൈമറ്റ്, ചൂടില്ലാത്തതുകൊണ്ട് നല്ല രസമാണ്. നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന പാതകളാണ് നമ്മൾ. ശരിക്കും ഒരു കാടിനുള്ളിൽ വന്ന ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം അതുപോലെ ഫുള്ള് മരങ്ങളും ചെടികളും ഒക്കെ ഉള്ളൊരു അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ഇവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാം. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല രസമാണ്. കിളികളുടെ നല്ല സൗണ്ടും അതും കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും നാട്ടിലെ ഒരു ഫീലാണ് ഇവിടെ ഇപ്പോൾ കിട്ടുന്നത്. എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാം എങ്ങനെയാണ് ഇവിടുത്തെ ഐലൻഡിൻ്റെ സെറ്റപ്പുകളെന്ന്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ ചുറ്റിനും വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. അതിൻ്റെ സെൻറ്ററിലാണ് ഈ പാർക്ക്. അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം. ഒരുപാട് നടക്കാനുണ്ട്. ഈ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയേക്കുക.
ഇവിടെ ഒരു റോക്കിൻ്റെ ഫോസിലാണ് അവർ വെച്ചിരിക്കുന്നത്. റോക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് റോക്ക് ഫോസിൽ. അതുപോലെ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ വന്നിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂസ്. ഇവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ വ്യൂ ആണ്. എന്തായാലും ചുറ്റി കാണാനായിട്ട് ഒരുപാട് നടക്കാനുണ്ട്. നടന്ന് നമ്മളൊരു പരുവാകും. കാരണം അതുപോലെ ഒരുപാട് നടക്കാൻ വേണ്ടി ഇങ്ങനെ നിർമ്മിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമായത്. പക്ഷേ രസമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. നടന്ന് നമ്മൾ തളർന്നു കഴിയുമ്പോൾ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി ഒരു സീറ്റൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളും കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് അതിന് ശേഷമാണ് വീണ്ടും നടക്കാൻ പോകുന്നത്. കാരണം ഒരുപാട് നടക്കാനുണ്ട് ഇതിനകത്തിൽ. അതായത് ഈ സമയത്ത് വരണം. കാരണം ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് കുഴപ്പമില്ല. ചൂട് സമയത്ത് തരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തിൽ ആ ഒരു ഫീൽ കിട്ടത്തില്ല. കാരണം ചൂട് സമയത്ത് നമുക്കിത് ഇതിനകത്തൂടെ ഒന്നും നടക്കാൻ പറ്റില്ല. ഈ സമയത്താണെങ്കിൽ നല്ല സൂപ്പറാണ്. അതുപോലെ കിളികളുടെയും കാക്കകളുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെത്തിയ പോലത്തെ ഒരു ഫീല് വരും. മറ്റേ നമ്മുടെ ശരിക്കും ഒരു കാടിന് ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമാണ്. കാടുണ്ടാക്കിയേക്കുവാണ്. അത് ഈ മരുഭൂമിയിൽ ഒരു കാട് പോലെ ഉണ്ടാക്കിയേക്കുന്ന ഒരു സ്ഥലമാണ്. അതിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ്, ഈ സമയത്തെ ക്ലൈമറ്റ് ഇങ്ങനെ നല്ല തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ലതാണ്. എന്തായാലും നടന്ന് ഞങ്ങൾ ക്ഷീണിച്ചു. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു ചെറിയ അഡ്വഞ്ചർ പാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാറിൽ കൂടി നടക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. ചെറിയൊരു പാർക്ക്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള പാർക്കാണ്.
ഇതിനുള്ളിൽ വാഷ്റൂമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാടിനുള്ളിൽ നടന്ന് ക്ഷീണിക്കുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ ഇവിടുന്ന് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്. അതിപ്പോൾ അവർ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുവഴി ഇറങ്ങി നമുക്കവിടെ ബീച്ചിൽ പോയി നിൽക്കാം. അത് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുവാണ്. തുറന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും, അവിടെ പോയി നിൽക്കാൻ പറ്റും. അതുപോലെ ഇവിടെ കള്ളിമുൾച്ചെടികളുടെ ഒരു ചെറിയ ഒരു ഗാർഡൻ ഉണ്ട്. കള്ളിമുൾച്ചെടികളുടെ ഒരു ഗാർഡനാണിത്. എന്തായാലും ഞങ്ങൾ നടന്ന് ഒരു പരുവായി. അപ്പോൾ ഇനി നമ്മൾ പുറത്തേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഞങ്ങളെ എല്ലാം ചുറ്റി കണ്ടു കഴിഞ്ഞ് ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എല്ലാവരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിങ്ങനെ പോയി അങ്ങോട്ട് പോയി ഇങ്ങനെ പോയി പറമ്പിലെ മോസ്റ്റ്